ശാന്തി. 10/3/26 പ്രഭാതമുരളി. ബാബ്ദാദ, മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഏറ്റവും വലിയ രോഗം ദേഹാഭിമാനത്തിൻ്റെതാണ്. ഇതിലൂടെ തന്നെയാണ് ഡൗൺഫോൾ ഉണ്ടായത്. അതിനാൽ ഇപ്പോൾ ദേഹി അഭിമാനിയാകൂ. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ കർമാതീത അവസ്ഥ എപ്പോൾ ഉണ്ടാകും? ഉത്തരം: യോഗബലത്തിലൂടെ കർമ്മഭോഗത്തിൻ്റെ മേൽ വിജയം നേടുമ്പോൾ, പൂർണ്ണമായും ദേഹി അഭിമാനി ആകുമ്പോൾ. ഈ ദേഹാഭിമാനത്തിൻ്റെ രോഗം തന്നെയാണ് ഏറ്റവും വലുത്. ഇതിലൂടെ ലോകം പതീതമായി ദേഹി അഭിമാനിയാകൂ. അപ്പോൾ ആ സന്തോഷവും ആ ലഹരിയും ഉണ്ടായിരിക്കും. പെരുമാറ്റവും നല്ലതാകും. ഗീതം. രാത്രിയിലെ യാത്രക്കാര ക്ഷീണിച്ചു പോകരുത്. ഓം ശാന്തി. യാത്രക്കാരൻ എന്നതിൻ്റെ അർത്ഥം കുട്ടികൾ കേട്ടോ? ബ്രഹ്മമുഖവംശാവിലെ ബ്രാഹ്മണരായ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ ദേവീ ദേവന്മാരായിരുന്നു, മനുഷ്യർ തന്നെയായിരുന്നു. എന്നാൽ നിങ്ങളുടെ സ്വഭാവം വളരെ നല്ലതായിരുന്നു. നിങ്ങൾ സർവഗുണ സമ്പന്നവും 16 കലാ സമ്പൂർണവുമായിരുന്നു. നിങ്ങൾ വിശുദ്ധിൻ്റെ അധികാരിയായിരുന്നു. വജ്രതുല്യത്തിൽ നിന്നും കവടി തുല്യം എങ്ങനെയായി? ഇത് ഒരു മനുഷ്യനും അറിയുന്നില്ല. നിങ്ങളും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് പരിവർത്തനപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ദേവത ആയിട്ടൊന്നുമില്ല, റിജുവിനേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ചിലർ അല്പം പരിവർത്തനപ്പെടുന്നു. ചിലരുടേത് 5%, ചിലരുടേത് 10% സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. ഭാരതം തന്നെയാണ് സ്വർഗമായിരുന്നത് എന്നത് ലോകം അറിയുന്നില്ല. ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് ഭാരതത്തിൽ ദേവീ ദേവന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അവരിൽ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ടായിരുന്നു. അവരെ ഭഗവാൻ ഭഗവതി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആ ഗുണങ്ങളില്ല. ഭാരതം ഇത്രയും സമ്പന്നമായിരുന്നു എന്നും പിന്നെ അതിൻ്റെ ഡൗൺഫോൾ എങ്ങനെ ഉണ്ടായി എന്നും മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. അതും ബാബ തന്നെയാണിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. നിങ്ങൾക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും, ആരുടെയാണോ സ്വഭാവം നന്നായിരിക്കുന്നത്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ദേവീ ദേവന്മാരായിരുന്നു. അപ്പോൾ ആത്മാഭിമാനിയായിരുന്നു. പിന്നെ എപ്പോഴാണോ രാവണ രാജ്യം ആരംഭിച്ചത്, അപ്പോൾ ദേഹാഭിമാനി ആയിരിക്കുന്നു. ഈ ദേഹാഭിമാനത്തിൻ്റെ ഏറ്റവും വലിയ രോഗം നിങ്ങളെ ബാധിച്ചിരിക്കുന്നു. സത്യയുഗത്തിൽ നിങ്ങൾ ആത്മാഭിമാനിയായിരുന്നു, വളരെ സുഖമുള്ളവരായിരുന്നു. നിങ്ങളെ ആരാണ് ഇങ്ങനെ ആക്കിയത്? ഇതാരും അറിയുന്നില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങളുടെ ഡൗൺഫോൾ എന്തുകൊണ്ടുണ്ടായി? തൻ്റെ ധർമ്മത്തെ മറന്നുപോയി. ഭാരതം വർത്ത് നോട്ട് പെന്നി ആയിരിക്കുന്നു, ചില്ലിക്കാശിന് വിലയില്ലാത്തതായിരിക്കുന്നു. അതിൻ്റെ മൂല കാരണം എന്താണ്? ദേഹാഭിമാനം. ഡ്രാമയിൽ ഇതും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യർക്കിത് അറിയില്ല. ഭാരതം ഇത്രയും സമ്പന്നമായിരുന്നു, പിന്നെ എങ്ങനെ ദരിദ്രമായി? നമ്മൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലേതായിരുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾ ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരുമായത്? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. രാവണ രാജ്യം ഉണ്ടാകുന്നതിലൂടെ നിങ്ങൾ ദേഹാഭിമാനിയായി. അപ്പോൾ നിങ്ങളുടെ ഈ അവസ്ഥ ഉണ്ടാകുവാൻ തുടങ്ങി. എങ്ങനെ ഡൗൺഫോൾ ഉണ്ടായി എന്നതിൻ്റെ ഏണിപ്പടിയും കാണിച്ചിട്ടുണ്ട്. വർത്ത് നോട്ട് പെന്നി ആയതിൻ്റെയും മുഖ്യ കാരണം ദേഹാഭിമാനമാണ്. ഇതും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ശാസ്ത്രങ്ങളിൽ കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇക്കാലത്ത് ബുദ്ധിശാലികൾ ക്രിസ്ത്യൻസ് ആണ്. അവരും പറയുന്നു, ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് പാരഡൈസ് ആയിരുന്നു. പ്രാചീനം ഭാരതം തന്നെയായിരുന്നുവെന്നും അതിനെ സ്വർഗം അഥവാ ഹെവൻ എന്ന് പറയുന്നുവെന്നും ഭാരതവാസികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല.
ഇക്കാലത്താണെങ്കിൽ ഭാരതത്തിൻ്റെ ഫുൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും അറിയുന്നില്ല. കുറച്ച് കുട്ടികളിൽ അല്പം ജ്ഞാനമുണ്ടെങ്കിൽ ദേഹാഭിമാനം വന്നു പോകുന്നു. നമ്മളെപ്പോലെ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഭാരതത്തിൻ്റെ ഇങ്ങനെയുള്ള ദുർദശ എന്തുകൊണ്ടുണ്ടായി. ബാപ്പു ഗാന്ധിയും പതീത പാവന വരൂ, വന്ന് രാമരാജ്യം സ്ഥാപിക്കൂ എന്ന് പറയുമായിരുന്നു. ആത്മാവിന് തീർച്ചയായും എപ്പോഴെങ്കിലും ബാബയിൽ നിന്നും സുഖം ലഭിച്ചിട്ടുണ്ട്. അതിനാലാണ് പതീത പാവനെ ഓർമ്മിക്കുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ശൂദ്രനിൽ നിന്നും മാറി ബ്രാഹ്മണനാകുന്ന എൻ്റെ കുട്ടികൾ പൂർണ്ണമായും ദേഹിയാഭിമാനിയാകുന്നില്ല. അടിക്കടി ദേഹാഭിമാനത്തിൽ വന്നു പോകുന്നു. ഇതാണ് ഏറ്റവും പഴയ രോഗം. ഇതിലൂടെയാണ് ഈ അവസ്ഥ ഉണ്ടായത്. ദേഹി അഭിമാനിയാകുന്നതിൽ വലിയ പ്രയത്നമുണ്ട്. എത്രത്തോളം ദേഹി അഭിമാനിയാകുമോ അത്രയും ബാബയെ ഓർമ്മിക്കും. പിന്നെ അളവറ്റ സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. പരബ്രഹ്മത്തിൽ വസിക്കുന്ന പരമേശ്വരൻ്റെ ചിന്തയുണ്ടായിരുന്നു. ആ ഒന്നിനെ ലഭിച്ചു. അതിലൂടെ 21 ജന്മത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ബാക്കി എന്താണ് വേണ്ടത്? നിങ്ങൾ കേവലം ദേഹി അഭിമാനിയാകൂ, എന്നെ ഓർമ്മിക്കൂ. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊള്ളൂ. മുഴുവൻ ലോകവും ദേഹാഭിമാനത്തിലാണ്. ഭാരതം ഇത്രയും ഉയർന്നതായിരുന്നു. അതിൻ്റെ ഡൗൺഫോൾ ഉണ്ടായിരിക്കുന്നു. ഹിസ്റ്ററിയും ജോഗ്രഫിയും എന്താണ്? ഇതാർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലും ഇല്ല. ദേവതമാർ ആത്മാഭിമാനിയായിരുന്നു. ഒരു ദേഹം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കേണ്ടതുണ്ട് എന്നത് അറിയാമായിരുന്നു. പരമാത്മാ അഭിമാനി ആയിരുന്നില്ല. നിങ്ങൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നോ, ദേഹി അഭിമാനിയായിരിക്കുന്നോ, അത്രയും വളരെ മധുരമാകും. ദേഹാഭിമാനം വരുന്നതിലൂടെ തന്നെയാണ് അടികൂടുക, വഴക്കുകൂടുക, വാനരത്വം, അതായത് കുരങ്ങൻ്റെ സ്വഭാവം വരികയും ചെയ്യുന്നത്. ഇത് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഈ ബാബയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ ദേഹാഭിമാനത്തിൽ വന്ന് ശിവബാബയെ മറന്നു പോകുന്നു. നല്ല നല്ല കുട്ടികൾ ദേഹാഭിമാനത്തിൽ ഇരിക്കുന്നു. ദേഹി അഭിമാനി ആകുന്നതേയില്ല. നിങ്ങൾക്ക് ആരെയും ഈ പരിധിയില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. തീർച്ചയായും സൂര്യവംശി, ചന്ദ്രവംശി രാജധാനി ഉണ്ടായിരുന്നു. ഡ്രാമയെ ആർക്കും തന്നെ അറിയില്ല. ഭാരതം ഇത്രയും വീണതിൻ്റെയും ഡൗൺഫോളിൻ്റെയും വേരാണ് ദേഹാഭിമാനം. കുട്ടികളിലും ദേഹാഭിമാനം വന്നു പോകുന്നു. നമുക്ക് ഡയറക്ഷൻ നൽകുന്നത് ആരാണ് എന്നത് മനസ്സിലാക്കുന്നില്ല. എപ്പോഴും മനസ്സിലാക്കണം, ശിവ് ബാബയാണ് പറയുന്നത്. ശിവ് ബാബയെ ഓർമ്മിക്കാത്തതിനാലാണ് ദേഹാഭിമാനം വന്നു പോകുന്നത്. മുഴുവൻ ലോകവും ദേഹാഭിമാനിയായിരിക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവാണ് ഈ ദേഹത്തിലൂടെ കേൾക്കുന്നത്, പാട്ട് അഭിനയിക്കുന്നത്. ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. പ്രഭാഷണം വളരെ നന്നായി ചെയ്യുന്നു, എന്നാൽ പെരുമാറ്റവും നല്ലതാകണമല്ലോ. ദേഹാഭിമാനം ഉണ്ടാകുന്നതിലൂടെ ഫെയിലായി പോകുന്നു. ആ സന്തോഷവും ലഹരിയും ഉണ്ടായിരിക്കുന്നില്ല. പിന്നെ വലിയ വികർമ്മങ്ങളും അവരിലൂടെ ഉണ്ടാകുന്നു. അത് കാരണം വലിയ ശിക്ഷയുടെ പങ്കാളിയായി മാറുന്നു. ദേഹാഭിമാനി ആകുന്നതിലൂടെ വളരെയധികം നഷ്ടമുണ്ടാകുന്നു. വളരെയധികം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. ബാബു പറയുന്നു, ഇത് ഗോഡ്ലി വേൾഡ് ഗവൺമെൻറ് ആണല്ലോ. ഗോഡായ എൻ്റെ ഗവൺമെൻറ്റിൻ്റെ റൈറ്റ് ഹാൻഡ് ധർമ്മരാജനാണ്. നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ഫലം നല്ലത് ലഭിക്കുന്നു. മോശമായ കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കുന്നു. എല്ലാവരും ഗർഭജയിലിലും ശിക്ഷകൾ അനുഭവിക്കുന്നു. അതിനെക്കുറിച്ചും ഒരു കഥയുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ഈ സമയത്തിൻ്റെതാണ്. മഹിമ ഒരു ബാബയുടേതാണ്. മറ്റാർക്കും തന്നെ മഹിമയില്ല. അതിനാലാണ് എഴുതിയിട്ടുള്ളത്, ത്രിമൂർത്തി ശിവജയന്തി വർത്ത് ഡയമണ്ട്, ബാക്കിയെല്ലാം വർത്ത് കവടിയാണ്.
വിലയില്ലാത്തതാണ്. ശിവബാബയ്ക്കല്ലാതെ ആർക്കും പാവനമാക്കുവാൻ സാധിക്കില്ല. പാവനമാകുന്നു, പിന്നെ രാവണൻ പതീതമാക്കുന്നു. അത് കാരണം എല്ലാവരും ദേഹാഭിമാനിയായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ദേഹി അഭിമാനിയാകുന്നു. ഈ ദേഹി അഭിമാനി അവസ്ഥ 21 ജന്മം തുടരുന്നു. ബലിഹാരി ഒന്നിൻ്റെതായി പാടപ്പെടുന്നു. ഭാരതത്തെ സ്വർഗമാക്കുന്നവൻ ശിവബാബയാണ്. ശിവബാബ എപ്പോൾ വന്നു എന്നത് ആർക്കും അറിയില്ല. ആ ഒന്നിൻ്റെ ഹിസ്റ്ററി ആദ്യം വേണ്ടതാണ്. ശിവൻ എന്ന് പറയുന്നത് തന്നെ പരംപിത പരമാത്മാവിനെയാണ്. നിങ്ങൾക്കറിയാം, ദേഹാഭിമാനം കാരണമാണ് ഡൗൺഫോൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ബാബ റൈറ്റ് ആക്കുവാനായി വരുന്നത്. റൈസും ഫോളും, പകലും രാത്രിയും. ജ്ഞാന സൂര്യൻ പ്രകടമാകുന്നു, അജ്ഞാന അന്ധകാരം വിനാശമാകുന്നു. ഏറ്റവും അധികം അജ്ഞാനമാണ് ഈ ദേഹാഭിമാനം. ആത്മാവിനെ കുറിച്ച് ആർക്കും അറിയില്ല. ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നു. അപ്പോൾ എത്ര പാപാത്മാവായി. അതിനാൽ ഡൗൺഫോൾ ഉണ്ടായി. 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ഏണിപ്പടി താഴെ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ കളി തയ്യാറാക്കപ്പെട്ടതാണ്. ഈ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, മറ്റാരും അറിയുന്നില്ല. വിശ്വത്തിൻ്റെ ഡൗൺഫോൾ എങ്ങനെയാണ് ഉണ്ടായത്? സയൻസിലൂടെ വളരെയധികം അഭിവൃദ്ധി ഉണ്ടായതായി അവർ മനസ്സിലാക്കുന്നു. ലോകം കൂടുതൽ പതീതവും നരകവും ആയി കഴിഞ്ഞിരിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നില്ല. ദേഹാഭിമാനം വളരെയധികമുണ്ട്. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ദേഹി അഭിമാനി ആകേണ്ടതുണ്ട്. നല്ല നല്ല മഹാരഥികൾ അനേകമുണ്ട്. ജ്ഞാനം വളരെ നന്നായി കേൾപ്പിക്കുന്നു. പക്ഷേ ദേഹാഭിമാനം പൂർണ്ണമായും മാറിയിട്ടില്ല. ദേഹാഭിമാനം കാരണം ചിലരിൽ ക്രോധത്തിൻ്റെ അംശം, ചിലരിൽ മോഹത്തിൻ്റെ അംശം എന്തെങ്കിലുമൊക്കെ ഉണ്ട്. സ്വഭാവം നന്നാകേണ്ടതാണല്ലോ, വളരെ വളരെ മധുരമാകേണ്ടതാണ്. അതിനാലാണ് സിംഹവും ആടും ഒരുമിച്ച് വെള്ളം കുടിക്കുന്നതായി ഉദാഹരണം നൽകുന്നത്. അവിടെ ഇങ്ങനെയുള്ള ദുഃഖം നൽകുന്ന മൃഗങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഈ കാര്യങ്ങളും ആരെങ്കിലും മനസ്സിലാക്കുക പ്രയാസമാണ്. നമ്പർ വൈസായി മനസ്സിലാക്കുന്നവരാണ്. കർമ്മഭോഗം മാറണം, കർമാതീത അവസ്ഥ ഉണ്ടാകണം. ഇത് പ്രയാസമാണ്. വളരെയധികം ദേഹാഭിമാനത്തിൽ വരുന്നു. നമുക്ക് ഈ മതം ആരാണ് നൽകുന്നത് എന്നതറിയാൻ കഴിയുന്നില്ല. ശ്രീമദ് ശ്രീകൃഷ്ണനിലൂടെ എങ്ങനെ ലഭിക്കും? ശിവബാബ പറയുന്നു, ഇദ്ദേഹമില്ലാതെ എങ്ങനെ ശ്രീമദ് നൽകും? ഇതാണ് എൻ്റെ സ്ഥായിയായ രഥം. ദേഹാഭിമാനത്തിൽ വന്ന് തലകീഴായ കാര്യം ചെയ്ത് വെറുതെ സ്വയം പാഴാക്കി കളയരുത്. ഇല്ലെങ്കിൽ ഫലം എന്താകും? വളരെയധികം കുറഞ്ഞ പദവി നേടും. പഠിച്ചവർക്ക് മുന്നിൽ പഠിക്കാത്തവർ തലകുനിക്കും. വളരെ പേർ പറയുന്നു, ഭാരതത്തിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഫുൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് അങ്ങനെയില്ല. അതിനാൽ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. നിങ്ങൾക്കല്ലാതെ ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കില്ല. എന്നാൽ ദേഹി അഭിമാനി സ്ഥിതി ആവശ്യമാണ്. അവർക്ക് തന്നെയാണ് ഉയർന്ന പദവി നേടുവാൻ സാധിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ കർമാതീത അവസ്ഥ ആർക്കും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ മേലും അഥവാ ബാബയുടെ മേൽ വളരെയധികം നൂലാമാലകൾ ഉണ്ട്. എത്ര ചിന്തകൾ ഉണ്ടായിരിക്കുന്നു. എല്ലാം ഡ്രാമ അനുസരിച്ചാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും മനസ്സിലാക്കിച്ചു തരുന്നതിനായി യുക്തികൾ രചിക്കേണ്ടതുണ്ടല്ലോ. അതിനാൽ ബാബ പറയുന്നു, നിങ്ങൾക്ക് കൂടുതൽ ദേഹി അഭിമാനിയാകാൻ സാധിക്കും. നിങ്ങളുടെ മേൽ ഒരു ഭാരവുമില്ല. ബാബയിലാണെങ്കിൽ ഭാരമുണ്ട്. ഹെഡ് ഈ പ്രജാപിത ബ്രഹ്മാവാണല്ലോ. എന്നാൽ ഇദ്ദേഹത്തിൽ ശിവബാബ ഇരിക്കുകയാണ് എന്നതാർക്കും അറിയില്ല. നിങ്ങളിലും ആരെങ്കിലും ഈ നിശ്ചയത്തിൽ ഇരിക്കുക പ്രയാസമാണ്. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും അറിയേണ്ടത് ആവശ്യമാണല്ലോ. ഭാരതത്തിൽ എപ്പോഴാണ് സ്വർഗമുണ്ടായിരുന്നത്? പിന്നെ എവിടെ പോയി? എങ്ങനെ ഡൗൺഫോൾ ഉണ്ടായി? ഇതാർക്കും അറിയില്ല.
നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കാത്തതുവരെയും ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അതിനാൽ ബാബ ഡയറക്ഷൻ നൽകുന്നു. എഴുത്തും വായനയും നടത്തൂ. സ്കൂളുകളിൽ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും പറഞ്ഞു കൊടുക്കണം. ഡൗൺഫോളിനെ കുറിച്ച് പ്രഭാഷണം നടത്തണം. ഭാരതം വജ്രതുല്യമായിരുന്നു, അത് പിന്നെ കൗളി തുല്യമായത് എങ്ങനെയാണ്, എത്ര വർഷമെടുത്തു, നമ്മൾ മനസ്സിലാക്കിച്ചു തരുന്നു. ഇങ്ങനെ നോട്ടീസ് എയ്റോപ്ലെയിനിലൂടെ ഇടുവാൻ സാധിക്കും. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവർ വളരെ സമർത്ഥരായിരിക്കണം. ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നു ഡൽഹിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാൻ ഭവൻ എന്ന ഹാളിൽ എല്ലാവരെയും വിളിക്കണം. പത്രത്തിലും ഇടാം, കാർഡും എല്ലാവർക്കും അയച്ചു കൊടുക്കാം. നമ്മൾ താങ്കൾക്ക് മുഴുവൻ വേൾഡിൻ്റെയും ഹിസ്റ്ററി ജോഗ്രഫി ആദ്യം മുതൽ അന്തിമം വരെ മനസ്സിലാക്കിച്ചു തരുന്നു. സ്വയമേ വരികയും പോവുകയും ചെയ്യും. പൈസയുടെ കാര്യമൊന്നുമില്ല. നാം ആരെങ്കിലും കണ്ടുമുട്ടുമ്പോൾ പ്രസൻറ്റ് തരികയാണെന്ന് വിചാരിക്കൂ. നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കില്ല. സർവീസിന് വേണ്ടി കാര്യത്തിൽ ഉപയോഗിക്കും. ബാക്കി നമുക്ക് വാങ്ങുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങളിൽ നിന്നും ദാനം സ്വീകരിച്ചിട്ട് എന്തു ചെയ്യുവാനാണ്? അത് പിന്നെ നിറവോടെ കൊടുക്കേണ്ടി വരും. ഞാൻ സമർത്ഥനായ വ്യാപാരിയാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ദേഹാഭിമാനത്തിൽ വന്ന് യാതൊരു തലകീഴായ കാര്യവും ചെയ്യരുത്. ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പരിപൂർണ പുരുഷാർത്ഥം ചെയ്യണം. തൻ്റെ പെരുമാറ്റം നല്ലതാക്കിക്കൊണ്ടിരിക്കണം. വളരെ വളരെ മധുരവും ശീതളവുമാകണം. ഉള്ളിലുള്ള ക്രോധത്തിൻ്റെയും മോഹത്തിൻ്റെയും ഭൂതത്തെ മാറ്റണം. വരദാനം: റിഗാർഡ് നൽകുന്നതിൻ്റെ റെക്കോർഡ് ശരിയാക്കി വച്ച് സന്തോഷത്തിൻ്റെ മഹാദാനം നൽകുന്ന പുണ്യ ആത്മാവായി ഭവിക്കട്ടെ. വർത്തമാന സമയത്ത് 4 ഭാഗത്തും റിഗാർഡ് നൽകുന്നതിൻ്റെ റെക്കോർഡ് ശരിയാക്കേണ്ടത് ആവശ്യമാണ്. ഈ റെക്കോർഡ് തന്നെയാണ് പിന്നെ 4 ഭാഗത്തും മുഴങ്ങുന്നത്. റിഗാർഡ് നൽകുക, റിഗാർഡ് നേടുക. ചെറിയവർക്കും റിഗാർഡ് നൽകൂ, മുതിർന്നവർക്കും റിഗാർഡ് നൽകൂ. ഈ റിഗാർഡിൻ്റെ റെക്കോർഡ് ഇപ്പോൾ പുറത്തു വരണം. അപ്പോൾ സന്തോഷത്തിൻ്റെ ദാനം നൽകുന്ന മഹാദാനിയും പുണ്യ ആത്മാവും ആകും. ആർക്കെങ്കിലും റിഗാർഡ് നൽകി സന്തോഷം നൽകുക എന്നത് വലുതിലും വലിയ പുണ്യത്തിൻ്റെ കാര്യമാണ്, സേവനമാണ്. സ്ലോഗൻ: ഓരോ നിമിഷവും അന്തിമ നിമിഷമായി മനസ്സിലാക്കി നടക്കൂ. അപ്പോൾ എവർ റെഡി ആയിരിക്കും. മാതേശ്വരി ജിയുടെ അമൂല്യ മഹാവാക്യങ്ങൾ. തമോ ഗുണി മായയുടെ വിസ്താരം. സതോ ഗുണി, രജോ ഗുണി, തമോ ഗുണി, ഈ 3 വാക്കുകൾ പറയുന്നു. ഇതിനെ യഥാർത്ഥമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ 3 ഗുണങ്ങളും ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. എന്നാൽ വിവേകം എന്താണ് പറയുന്നത്? ഈ 3 ഗുണങ്ങളും ഒരുമിച്ച് നടന്നു വരുന്നു. അതോ 3 ഗുണങ്ങളുടെയും പാർട്ട് വേറെ വേറെ യുഗങ്ങളിലാണോ ഉണ്ടായിരിക്കുന്നത്? വിവേകം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ 3 ഗുണങ്ങളും ഒരുമിച്ച് നടക്കുന്നില്ല. സത്യയുഗം ആയിരിക്കുമ്പോൾ സതോ ഗുണമാണ്, ദ്വാപരയിൽ രജോ ഗുണമാണ്, കലിയുഗത്തിൽ തമോ ഗുണമാണ്. സതോ ആയിരിക്കുമ്പോൾ തമോയും രജോയുമില്ല. രജോ ആണെങ്കിൽ പിന്നെ സതോ ഗുണമില്ല. ഈ 3 ഗുണങ്ങളും ഒരുമിച്ച് നടന്നു വരികയാണ് എന്നാണ് മനുഷ്യർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ കാര്യം പറയുന്നത് തികച്ചും തെറ്റാണ്. മനുഷ്യൻ സത്യം പറയുമ്പോൾ, പാപകർമ്മം ചെയ്യാത്തപ്പോൾ അവർ സതോ ഗുണിയാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ വിവേകം പറയുന്നു, നമ്മൾ സതോ ഗുണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സമ്പൂർണ്ണ സുഖമാണ്. അതായത് മുഴുവൻ സൃഷ്ടിയും സതോ ഗുണിയാണ്. ആര് സത്യം പറയുന്നു അവർ സതോ ഗുണിയാണെന്നും ആര് അസത്യം പറയുന്നു
അവർ കലിയുഗി തമോ ഗുണിയാണെന്നും പറയുകയില്ല. ഇങ്ങനെയാണ് ലോകം തുടർന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ സത്യയുഗം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥമാണ് മുഴുവൻ സൃഷ്ടിയിലും സതോ ഗുണവും സതോ പ്രധാന അവസ്ഥയും ആവശ്യമാണ്. ഇങ്ങനെ സത്യുഗമായിരുന്ന ഒരു സമയത്ത് മുഴുവൻ ലോകവും സതോ ഗുണിയായിരുന്നു. ഇപ്പോൾ ആ സത്യുഗം ഇല്ല. ഇപ്പോൾ കലിയുഗി ലോകമാണ്. അതായത് മുഴുവൻ സൃഷ്ടിയിലും തമോ പ്രധാനതയുടെ രാജ്യമാണ്. ഈ തമോ ഗുണി സമയത്ത് പിന്നെ സതോ ഗുണം എവിടെ നിന്നും വരും? ഇപ്പോൾ ഘോര അന്ധകാരമാണ്. അതിനെ ബ്രഹ്മാവിൻ്റെ രാത്രി എന്ന് പറയുന്നു. ബ്രഹ്മാവിൻ്റെ പകലാണ് സത്യയുഗം, ബ്രഹ്മാവിൻ്റെ രാത്രിയാണ് കലിയുഗം. അപ്പോൾ നമുക്ക് രണ്ടിനെയും ചേർക്കുവാൻ സാധിക്കില്ല. കലിയുഗി സാരരഹിത ലോകത്തിൽ നിന്നും സത്യയുഗി സാരമുള്ള ലോകത്തിലേക്ക് കൊണ്ടുപോവുക എന്നത് ഒരു പരമാത്മാവിൻ്റെ തന്നെ കാര്യമാണ്. ഈ കലിയുഗി ലോകത്തെ സാരരഹിത ലോകം എന്നെന്തുകൊണ്ട് പറയുന്നു? കാരണം ഈ ലോകത്തിൽ ഒരു സാരവുമില്ല. അതായത് ഒരു വസ്തുവിൽ പോലും ആ ശക്തിയില്ല. അതായത് സുഖം, ശാന്തി, പവിത്രത എന്നിവയില്ല. ഈ സൃഷ്ടിയിൽ ഒരു സമയത്ത് സുഖവും ശാന്തിയും പവിത്രതയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ശക്തിയില്ല. കാരണം ഈ സൃഷ്ടിയിൽ 5 ഭൂതങ്ങളുടെ പ്രവേശനമുണ്ട്. അതിനാൽ തന്നെയാണ് ഈ സൃഷ്ടിയെ ഭയത്തിൻ്റെ സാഗരം അഥവാ കർമ്മബന്ധനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നത്. അതിനാൽ തന്നെയാണ് മനുഷ്യർ ദുഃഖിതരായി പരമാത്മാവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാത്മാവെ, നമ്മളെ ഭവസാഗരത്തിൽ നിന്നും മറികടത്തു എന്ന്. ഇതിലൂടെ സിദ്ധമാകുന്നത് തീർച്ചയായും ഭയരഹിതമായ, അതായത് നിർഭയത്വത്തിൻ്റെയും ലോകമുണ്ട്. അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ലോകത്തെ പാപത്തിൻ്റെ സാഗരം എന്ന് പറയുന്നു. അതിനെ മറികടന്ന് പുണ്യ ആത്മാക്കളുടെ ലോകത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ലോകങ്ങൾ രണ്ടുണ്ട്. ഒന്ന് സത്യയുഗി സാരമുള്ള ലോകം, രണ്ടാമത്തേത് കലിയുഗി സാരരഹിത ലോകം. 2 ലോകങ്ങളും ഈ സൃഷ്ടിയിലാണുള്ളത്. ഇപ്പോൾ പരമാത്മാവ് ആ സാരമുള്ള ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ശരി. ഓം ശാന്തി. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവും ആയിരിക്കൂ. ജ്ഞാനത്തിൻ്റെ സബ്ജക്റ്റ് ഉള്ളതുപോലെ സേവനത്തിൻ്റെയും സബ്ജക്റ്റ് ഉണ്ട്. ആരാണോ ഇതിൽ ഫെയ്ത്ത്ഫുള്ളും നിശ്ചയബുദ്ധിയുമായവർ, അവർക്ക് തന്നെയാണ് മുന്നിലുള്ള നമ്പറിലേക്ക് പോകാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെ തൻ്റെ ഫിക്സഡ് പ്രോഗ്രാമിൻ്റെ ഡെയിലി ഡയറി ഉണ്ടാക്കൂ. കാരണം ഉത്തരവാദിത്വമുള്ള ആത്മാക്കളാണ്. സാധാരണ ആത്മാക്കൾ അല്ല, വിശ്വമംഗളകാരിയായ ആത്മാക്കളാണ്. അപ്പോൾ ആര് എത്ര വലിയ വ്യക്തിയാണോ അവരുടെ ദിനചര്യ സെറ്റായിരിക്കും. ഓം ശാന്തി. ആത്മാവായ ഞാൻ സർവശക്തികളുടെയും സാഗരനായ ശിവബാബയുടെ അരികിൽ പരമധാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. വിശ്വകല്യാൺകാരിയായ ബാബ, അങ്ങ് എന്നെയും അങ്ങേ പോലെ വിശ്വമംഗളകാരിയാക്കി.
ഞാൻ എത്ര ഭാഗ്യശാലി ആത്മാവാണ്. ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. സഹയോഗിയുടെ രൂപത്തിൽ. മധുരമായ ബാബ, ഞാൻ ഇവിടെ പരമധാമത്തിൽ അങ്ങയുടെ കൂടെ കമ്പൈൻഡായി ഇരിക്കവേ താഴെ വിശ്വത്തിലേക്ക് നോക്കുകയാണ്. അങ്ങിൽ നിന്നും ലഭിക്കുന്ന ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ ഞാൻ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ബാബ, അങ്ങയുടെ ഈ ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ സ്പർശിച്ച് വിശ്വത്തിലെ ആത്മാക്കളുടെ അണഞ്ഞുപോയ ആത്മജ്യോതി തെളിയുന്നു.